സ്നേഹപുരം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് പ്രിയങ്കേനെയും സുകുമാരിനെയും ജയിലിൽ നിന്നും പുറത്തിറക്കി അവരെയും കൂട്ടി വരുന്ന ആരതിനെയാണ് കേട്ടോ. അന്നേരം ആരതി അവരോട് പറയണേ, അതെ, ഞാൻ നിങ്ങൾക്ക് തന്ന വാക്ക് പാലിച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരെ ഞാൻ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എഗ്രിമെൻറ്റിൽ പറഞ്ഞതുപോലെ വാക്ക് പാലിക്കേണ്ടത് നിങ്ങളാണ്. നാളെ രാവിലെ കൃത്യം 10 മണിക്ക് എൻ്റെ വക്കീൽ ഓഫീസിലേക്ക് നിങ്ങൾ വരണൻ്റെ അധികം അവിടെ ഉണ്ടാകും. നിങ്ങൾ പറഞ്ഞ പണവും തയ്യാറാക്കി വെച്ചിട്ടുണ്ടവർ. ആ പണം അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് കൈമാറും. പിന്നെ പണം വാങ്ങിപ്പോയിട്ട് ഞങ്ങളെ ചതിക്കാമെന്ന് വല്ല ഉദ്ദേശവും മനസ്സിലുണ്ടെങ്കിലുണ്ടല്ലോ, ഇപ്പോൾ രക്ഷപ്പെട്ടത് പൂർണ്ണമായിട്ടുള്ള രക്ഷപ്പെടലല്ല. ഇത് വെച്ച് നിങ്ങളെ വീണ്ടും പൂട്ടി അകത്താക്കാനേ എന്നെക്കൊണ്ട് പറ്റും. അക്കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചോണം. അന്നേരം സുകുമാരി പറയണേ, വക്കീൽ പേടിക്കൊന്നും വേണ്ട. ഞങ്ങൾ വക്കീലിൽ നിന്ന വാക്ക് ഒരിക്കലും തെറ്റിക്കാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് ഈ ജയിലിലെ ജീവിതം സത്യം പറഞ്ഞാൽ മടുത്തു. ഇനിയും ജയിലിൽ കിടന്ന് ഇറങ്ങിക്കാനേ ഞങ്ങളെ കൊണ്ട് പറ്റില്ല വക്കീലെ. അതുകൊണ്ട് തന്ന കാശിന് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കും. എന്നാൽ ശരി, അങ്ങനെയാണെങ്കിൽ നാളെ വക്കീൽ ഓഫീസിൽ വെച്ച് കാണാം. അങ്ങനെ പറഞ്ഞിട്ട് ആരതി അവിടെ നിന്നും പോകുവാണ്. ഈ സമയം പ്രിയങ്ക പറയണേ, കണ്ടില്ലേ അവളുടെ ഒരു ആജ്ഞാപിക്കലൊക്കെ? നമ്മുടെ അവസ്ഥ ഇതായിപ്പോയി. അവളുടെ മുമ്പിൽ ഇങ്ങനെ കാല് പിടിച്ച് നിൽക്കേണ്ട അവസ്ഥയായിപ്പോയി. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, അവൾ ഇത്തിരി അഹങ്കരിച്ചോട്ടെ. എന്ത് തന്നെയാണെങ്കിലും അവളിലൂടെ നമ്മുടെ കയ്യിൽ 25 കോടി രൂപയല്ലേ പറയാൻ പോകുന്നത്. നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചാൽ പോരെ? അത് മുത്തശ്ശി പറഞ്ഞത് കാര്യമോ? നാളെ മുതലേ നമ്മൾ കോടീശ്വരികളാം. പൈസ എങ്ങനെ വന്നാലും ഇരിക്കട്ടെ, കോടികളല്ലേ നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. അല്ല മുത്തശ്ശി, നമ്മളിനി എങ്ങോട്ട് പോകും? തിരികെ ആറ്റുവാശ്ശേരിയിലേക്ക് പോകാനാണോ? നമ്മൾ അങ്ങോട്ട് ചെന്നാൽ അച്ഛൻ നമ്മളെ കയറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഞാൻ ഈ ആറ്റുവാശ്ശേരിയിലേക്കില്ല എന്ന് മുത്തശ്ശി പറയുവാണ്. നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോകാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം മുത്തശ്ശി, നമുക്ക് അടുത്തേതെങ്കിലും ഹോട്ടലിൽ റൂം എടുക്കാം, അവിടെ നിൽക്കാം. ശരി, അങ്ങനെ മതി. എന്താണെങ്കിലും പൈസ കിട്ടി നമ്മുടെ കയ്യിൽ കാശായതിനു ശേഷം മാത്രമേ തിരികെ ഇനി നമ്മൾ ആറ്റുവാശ്ശേരിയിലേക്ക് പോകുന്നുള്ളൂ. എന്നിട്ട് വേണം ദേവനെ യശോദേനെ നോക്കി ഒന്ന് പറയാനായിട്ട്. അങ്ങനെ പറഞ്ഞ മുത്തശ്ശി ബ്രേങ്കയും കൂടി അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് പരമേശ്വരനും പത്മിനിയും മുത്തശ്ശിയും അതുപോലെ വരുണും രാധികയൊക്കെ ചേർന്ന് സംസാരിക്കുന്നതാണ്. ഈ സമയം കൽപ്പനയും ഉർവശിയും മറഞ്ഞു നിന്നവരുടെ സംസാരമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം പരമേശ്വരൻ പറയണേ, നാളെ രാവിലെ തന്നെ വക്കീൽ ഓഫീസിൽ നിന്ന് വെച്ച് പ്രിയങ്കയ്ക്ക് കൈമാറാനുള്ള പണം മുഴുവൻ നമ്മൾ കൈമാറും. അതോടെ പ്രിയങ്കയെ കൊണ്ടുള്ള ശല്യം നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ നിന്ന് തീരും. പിന്നെ നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാം. ഈ സമയം രാധികയുടെ മുഖത്ത് ചെറിയൊരു വിഷമമൊക്കെയുണ്ട്. രാധിക പറയണേ, എന്നാലും എനിക്ക് വേണ്ടി ഇത്രയും വലിയൊരു തുക നിങ്ങൾ മുടക്കുന്നത് കാണുമ്പോൾ സത്യം പറയാലോ, എൻ്റെ അവരുടെയും ജീവിതം നല്ലതായിരിക്കാനല്ലേ ഇത്രയും തുക പ്രിയങ്കയ്ക്ക് കൈമാറുന്നത്. ഈ കുടുംബം എന്നോട് കാണിക്കുന്ന ഇഷ്ടമൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ തിരിച്ച് പറയേണ്ടതെന്നറിയില്ല. ഈ സമയം മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ, ഞങ്ങളുടെ മക്കളായ നിങ്ങളുടെ സന്തോഷമല്ലേ ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്. നീ ഈ കുടുംബത്തിലെ ഐശ്വര്യമാണ്. നീ ഒരു നിമിഷം പോലും ഈ കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞ് നിൽക്കുന്നത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതിന് എത്ര കോടികൾ വേണ്ടി മുടക്കേണ്ടി വന്നാലുമേ അതിന് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഈ സമയം പരമേശ്വരൻ പറയുന്നുണ്ട്, അതെ, ഞങ്ങൾ നല്ല മനസ്സോടു കൂടി തന്നെയാണ് കേട്ടോ 25 കോടി രൂപ പ്രിയങ്കയ്ക്ക് കൈമാറുന്നത്. അവളെ ഞങ്ങൾ ഒരിക്കലും ശപിക്കുകയൊന്നുമില്ല. അതോർത്ത് മോള് വിഷമിക്കുകയൊന്നും വേണ്ട. പ്രിയങ്കയ്ക്കും നല്ലൊരു ജീവിതം കിട്ടട്ടെ. അന്നേരം പത്മിനി പറയുന്നുണ്ട്, നാളെ പ്രിയങ്ക എന്നേക്കുമായിട്ട് നിങ്ങളുടെ രണ്ടാളുടെയും ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും. പിന്നെ അവളെ കൊണ്ടുള്ള ഒരു ശല്യം ഉണ്ടാവില്ല. അതിനുശേഷം വേണ്ടേ നിങ്ങൾക്ക് രണ്ടാൾക്കൊന്ന് ജീവിച്ചു തുടങ്ങാനായിട്ട്. ഞങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഈ സമയം രാധികയ്ക്ക് അവരുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാക്കണേ. എന്നിട്ട് രാധിക പറയണേ, വരുൺ എൻ്റെ കൂടെ ഒന്ന് വരുമോ എന്ന് പറഞ്ഞ് വരുണിനെയും കൂട്ടി രാധിക നേരെ പൂജാമുറിയിലേക്ക് ചെല്ലുവാണ്. പിന്നാലെ പരമേശ്വരനും പത്മിനിയും മുത്തശ്ശിയൊക്കെ ചെല്ലുന്നുണ്ട് കേട്ടോ. ഈ സമയം കൽപ്പനയും ഉർവശിയും കൂടി അവിടെ മറഞ്ഞു നിന്ന് ആ പൂജാമുറിയിൽ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അന്നേരം രാധിക ഭഗവാനോട് പ്രാർത്ഥിക്കണേ, ഭഗവാനെ, എന്നെ ഇത്രയും ചേർത്ത് പിടിച്ച് കൂടെ നിർത്തുന്ന ഈ കുടുംബം, അതാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. എൻ്റെ അവരുടെ ജീവിതത്തിന് വേണ്ടി ഈ കുടുംബം സഹിക്കുന്ന കഷ്ടപ്പാടുകളും ത്യാഗമൊക്കെ കണ്ടില്ലേ? അങ്ങനെ കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ ഈ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ. എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും കൊടുക്കണേ. എന്നിട്ട് രാധിക വരുണിനെ നോക്കിയിട്ട് ചോദിക്കണേ, വരുൺ, അപ്പം നാളെ മുതലാണല്ലേ നമ്മൾ നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ തുടങ്ങാൻ പോകുന്നത്? അതെ രാധിക, ഒരു ശത്രുക്കളുടെ ശല്യമില്ലാതെ, ഒന്നിനെയും പേടിക്കാതെ നമ്മൾ നാളെ മുതൽ നമ്മുടെ ജീവിതം തുടങ്ങാൻ പോകുക. അങ്ങനെ പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിക്കുവാണ്ടോ വരുൺ. ഈ സമയം അവരുടെ ഈ സന്തോഷം കാണുമ്പോൾ പരമേശ്വരനും പത്മിനിക്കും മുത്തശ്ശിക്കൊക്കെ കൂടുതൽ സന്തോഷമാകുവാണ്. പരമേശ്വരൻ പറയണേ, കണ്ടില്ലേ അമ്മേ നമ്മുടെ മക്കളുടെ സന്തോഷം. അവരുടെ ഈ സന്തോഷം കാണാനായിട്ട് എത്ര രൂപ ചിലവായാലും എന്താ നമുക്ക്? അതെ പരമേശ്വര, മക്കൾക്കിപ്പോൾ കൂടുതൽ സന്തോഷമായി. അവരിതുപോലെ എന്നും ചിരിച്ച് സന്തോഷത്തോടെ ജീവിക്കണം. അത് കാണാനല്ലേ നമ്മളും ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരും സന്തോഷത്തോടെ കാഴ്ചയെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് കേട്ടോ. എന്നാൽ ഇതൊന്നും കൽപ്പനക്കും ഉർവശിക്കും തീരെ സഹിക്കാൻ പറ്റുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ശ്യാമയും അമൃതയും ആരതിയും കൂടി സംസാരിക്കുന്നതാണ്. അന്നേരം അമൃത പറയുന്നുണ്ട്, ആരതി മോള് പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ഭംഗിയെ നടന്നാൽ മതിയായിരുന്നു. പക്ഷേ
നമുക്ക് എതിരെ നിൽക്കുന്നത് സുകുമാരി പ്രിയങ്കയുമാണ്. അവരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തവരാണ്. അവരുടെ സ്വഭാവം അറിയാവുന്നതല്ലേ. ദേവനാരായണൻ തിരുമേനിയും കുടുംബത്തെയും പോലും ചതിക്കാൻ ഒരു മടിയില്ലാത്തവരാ. അങ്ങനെയുള്ളവർ നമ്മളോട് കൂറ് കാണിക്കുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? അത് ശരിയായിരുന്നീ, ആ സംശയം എൻ്റെ മനസ്സിലുണ്ട് എന്ന് ക്ഷാമ പറയുവാണ്. ഈ സമയം ആരതി പറയണേ, അതെ, ഞങ്ങൾ വക്കീലന്മാർക്ക് ഒരു കുഴപ്പമുണ്ട്. ഞങ്ങളൊരു ഡീലുമായിട്ട് മുമ്പോട്ട് പോകുവാണ്. എന്നാൽ എതിരെ നിൽക്കുന്ന ആൾ ആ ഡീലിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയാലുണ്ടല്ലോ, ഞങ്ങൾ പിന്നെ ആ കാര്യം സോൾവ് ചെയ്യാനായിട്ട് മറ്റു ചിലരെ ഏൽപ്പിക്കും. ഈ ഗുണ്ടകളെന്നൊക്കെ പറയില്ലേ, അതൊക്കെ മേലെയുള്ള ചില ആൾക്കാർ. അവരോട് ഇങ്ങനെയുള്ളവരെ കൈകാര്യം ചെയ്യാൻ പറഞ്ഞാലുണ്ടല്ലോ, വേണ്ട രീതിക്ക് കൈകാര്യം ചെയ്ത് കളയും. കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലുകയും ചെയ്യും. പ്രിയങ്കയും സുകുമാരിയുടെയും കാര്യത്തിൽ നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു ടെൻഷനും വേണ്ട. അവർ ഡീൽ ചെയ്യുന്നത് ഞാനാണ്. അവർ നമുക്ക് തന്ന വാക്കിനെ അഥവാ തെറ്റിക്കുവാണെങ്കിൽ തന്നെ അവരെ അതിന് പകരം എങ്ങനെ ശിക്ഷിക്കണമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അവർ നാളെ രാധികയുടെ വരണിൻ്റെ കയ്യിൽ നിന്ന് അവരാവശ്യപ്പെട്ട തുക കൈപ്പറ്റുന്നതോടെ പ്രിയങ്കയുടെ കൊണ്ടുള്ള ശല്യം വരണിൻ്റെ രാധികയുടെയും ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് തീരും. ഇത് ഞാൻ തരുന്ന വാക്കാണ്. അന്നേരം ക്ഷമ വരണേ, എന്താണെങ്കിലും നാളത്തെ ദിവസത്തോടെ രാധികയുടെ വരണിൻ്റെയും ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നത്തിന് പരിഹാരമാകുവാണ്. പിന്നെ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കും. ആ ജീവിതം കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അവരുടെ ജീവിതത്തിലെ ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് വേണം രാധിക മോളെ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ഒന്ന് മാറ്റിയെടുക്കാൻ. അന്നേരം അമൃത ചോദിക്കണേ, അതിനിപ്പോൾ രാധിക മോൾക്ക് എന്താ ഒരു കുഴപ്പം? ശ്യാമ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെയല്ലേ രാധിക മോളുള്ളത്? അന്നേരം ശ്യാമ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാ, അവളുടെ സ്വഭാവത്തിനൊരു കുഴപ്പമില്ല. പക്ഷേ അവളുടെ ലോകം സംഗീതമാകണം. എന്നിൽ നിന്നും പകർന്നു കിട്ടിയ സംഗീതം അവളുടെ ഉള്ളിലുണ്ട്. പക്ഷേ അത് മാത്രം പോരാ, അവളുടെ ഉള്ളിൽ ആ സംഗീതത്തെ വളർത്തണം. നാളറിയുന്ന ഒരു ഗായികയായിട്ട് മാറണം എൻ്റെ മോള്. സംഗീത ലോകം മുഴുവൻ രാധികയുടെ പേര് പതിയണം. അങ്ങനെ ആ കാഴ്ചയെല്ലാം കണ്ണു നിറയെ കണ്ട് എനിക്ക് ഈ ലോകത്തുനിന്ന് വിടവാങ്ങണം. അങ്ങനെ ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഗായിക രാധികയുടെ അമ്മ വിടവാങ്ങി എന്നുള്ള രീതി വേണം വാർത്ത വരാനായിട്ട്. അങ്ങനെ ഷാമിയുടെ സംസാരമൊക്കെ കേട്ടിട്ട് അമൃത ചോദിക്കണേ, അത് ശരി, അപ്പോൾ ചിന്തിച്ച് മരണം വരെ എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിച്ചു വെച്ചിരിക്കുവാണല്ലേ? ഇപ്പോഴും മരണത്തെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ ഷാമയുടെ മനസ്സിലുള്ളൂ. അന്നേരം ആരതി ചോദിക്കുന്നുണ്ട്, ചെറിയമ്മേ, നേരത്തെ ചെറിയമ്മ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയില്ലായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയാണോ? രാധിക ചെറിയമ്മയുടെ ഒപ്പം ഇല്ലേ? ഇപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തിച്ചാലുണ്ടല്ലോ ഞാൻ ചെറിയമ്മയോട് പിണങ്ങും. അന്നേരം അമൃത ചോദിക്കുക, അല്ല, ഇങ്ങനെ അമ്മ മാത്രമായിട്ട് ജീവിച്ചാൽ മതിയോ? അമ്മമ്മയൊന്നും ആണ്ടേ? രാധികക്കും മരണം ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കലോലിക്കണ്ടേ? അവരുടെ കളിയും ചിരിയും ഒക്കെ ആസ്വദിക്കണ്ടേ? എന്താ അതൊന്നും വേണ്ടേ? അന്നേരം ക്ഷാമ ചിരിച്ചുകൊണ്ട് വരാനേ, വേണം കേട്ടെത്തി. അങ്ങനെ അതിനെയൊക്കെ കുറിച്ച് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയുണ്ടോ അവർ. പിന്നീട് കാണിക്കുന്നത് കൽപ്പനയും ഉർവശിയും കൂടി സംസാരിക്കുന്നതാണ്. അന്നേരം കൽപ്പന പറയണേ, എന്നാലും ആ രാധികയുടെ ഒരു പോക്കേ, കണ്ണടച്ച് തുറന്ന നേരം കൊണ്ടല്ലേ അനാദിയായിരുന്നവൾ ഇത്രയും വലിയ ഉന്നതിയിലേക്ക് കയറിപ്പോയത്. ഗായിക ശ്യാമയുടെ മകളവളും. ആ ശ്യാമമ്മയുടെ ഉണ്ടല്ലോ ഒരു പ്രസ് മീറ്റ് വിളിച്ച് നടത്തിയിട്ട് ഇവളാണ് എൻ്റെ മോളെന്ന് പറഞ്ഞ് എല്ലാവർക്കും മുമ്പിൽ തൻ്റെ മോളെ പരിചയപ്പെടുത്തി കൊടുത്താലുണ്ടല്ലോ, പിന്നെ ആ രാധികക്ക് പിന്നാലെ മാധ്യമപ്രവർത്തകരുടെ ഒരു കൂട്ടം തന്നെയായിരിക്കും. അവൾക്ക് കിട്ടാൻ പോകുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് ചിന്തിക്കാൻ കൂടി വഴിയാ. അതിൻ്റെ ഇടയിൽ വരണ്ട രാധികയുടെ ജീവിതത്തിലൊരു പ്രതിസന്ധിയായിട്ടുണ്ടായത് ആ പ്രിയങ്കയായിരുന്നു. പ്രിയങ്കയുടെ പ്രശ്നം അവർ പരിഹരിക്കാൻ പോകുമല്ലേ. ആ പൈസ കൊടുക്കുന്നതോടെ പ്രിയങ്കയോടുള്ള ശല്യം പൂർണ്ണമായിട്ടില്ലാണ്ടാവും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും ചെറിയാമേ? നമ്മൾ പിന്നെ അവസാനം ഈ വീട്ടിൽ അവളുടെ ദാസികളായിട്ട് മാറും. അല്ലാതെ എന്ത് ചെയ്യാനാ? ചെറിയ ഒരു കാര്യം ചെയ്യ്, ഗൗതത്തിനെ വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറ. എന്തെങ്കിലും അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കേ. അവനെ കൊണ്ട് എന്ത് ചെയ്യാനാ? എൻ്റെ ചന്ദ്രേട്ടനുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്താനേ. ഇതിപ്പോൾ എന്തൊരു കഷ്ടമോ, ചന്ദ്രേട്ടനും ഇല്ല, ആകെ ഒറ്റപ്പെട്ട അവസ്ഥയായിപ്പോയി. ഈ സമയം കൽപ്പന പറയണേ, ചെറിയച്ഛനാണെങ്കിൽ ജയിലിലല്ലേ, ജയിലിൽ കിടന്ന് എന്ത് കാണിക്കാനാ? ഇങ്ങനെ പോകുവാണെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും ചെറിയച്ഛൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമെന്ന് തോന്നുന്നില്ല. എന്താണെങ്കിലും ഞാൻ ഗൗതമിനൊന്ന് വിളിക്കാം എന്നും പറഞ്ഞ് ഉർവശി ഫോണെടുത്ത് ഗൗതമിനെ വിളിക്കണേ. അതെ, നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? ഇവിടെ നാളെ ആ പ്രിയങ്കയ്ക്ക് 25 കോടി രൂപ എന്തോ കൊടുക്കാൻ പോകുവാണ്. അതോടെ അവളെ കൊണ്ടുള്ള ശല്യം പൂർണ്ണമായിട്ട് തീരും. പിന്നെ ഇവിടെ എന്താ പ്രശ്നം? ആ വരനും രാധികയും സുഖമായിട്ട് അങ്ങ് ജീവിക്കും. അവസാനം ഉണ്ടല്ലോ ഞാനും കൽപ്പനയൊക്കെ അവളുടെ അടിമകളായിട്ട് വേലക്കാരികളായിട്ട് ജോലി ചെയ്യേണ്ടി വരും. അന്നേരം ഗൗതം പറയണേ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ ഞാനിപ്പോൾ ഉള്ളത്. എന്താ നീ വലാശ്രമത്തിലും പോയോ? ആ, ഒരാശ്രമത്തിൽ തന്നെയാണ്. ഇവിടുത്തെ മഠാധികാരിയുണ്ടല്ലോ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരും. അമ്മയെ കൊണ്ട് ഞാനിപ്പോൾ അയാളോട് സംസാരിപ്പിക്കാം. എനിക്ക് ആരോട് സംസാരിക്കണ്ട. അമ്മ ഒന്ന് സംസാരിക്കുന്നേ, ഈ സ്വാമിജി വലിയ ആളാണ്. അങ്ങനെ പറഞ്ഞ ഗൗതം ചന്ദ്രശേഖരൻ്റെ അടിയിലേക്ക് പോകുക. അന്നേരം ഉർവശി പറയണേ, അവനേതോ സ്വാമിയോട് സംസാരിക്കാൻ പറയുന്നു എന്നോട്. എന്ത്? ഇനിയിപ്പോൾ പൂജാമാർഗം തുടങ്ങിയോ ഗൗതം എന്ന് കൽപ്പനയും ചോദിക്കുക. അന്നേരം ഉർവശി പറഞ്ഞേ, എന്താണെങ്കിലും ഒന്ന് സംസാരിച്ചേക്കാം. അങ്ങനെ ഉർവശി ഹലോ എന്ന് പറയുവാണ് കേട്ടോ. ഈ സമയം ചന്ദ്രശേഖരൻ ഉർവശി എന്ന് പറഞ്ഞ് വിളിക്കുക. അങ്ങനെ ചന്ദ്രൻ്റെ ശബ്ദം തിരിച്ചറിയുവാണ് കേട്ടോ.
ചന്ദ്രേട്ടാ, ഏട്ടൻ എപ്പോൾ പുറത്തിറങ്ങി? ഞാനിപ്പോൾ പരോളിലിറങ്ങിയതേ ഉള്ളൂ. എന്നിട്ടെന്താ എന്നോട് പറയാതിരുന്നത്? എന്താ എന്നെ കാണാൻ വരാഞ്ഞത്? തൽക്കാലം ഞാൻ പുറത്തിറങ്ങിയ കാര്യം കണ്ണമംഗലത്ത് ആരും അറിയണ്ട. അവരെന്നെക്കുറിച്ച് അന്വേഷിക്കാറില്ലല്ലോ. എനിക്ക് പ്രധാനമായിട്ട് ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളൊക്കെയുണ്ട്. അതൊക്കെ തീർക്കുന്നതിൻ്റെ ധൃതിയിലായിപ്പോൾ ഞാൻ. അവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ട്. അതെ, ഇവിടെ പ്രിയങ്കയ്ക്ക് നാളെ പൈസ കൊടുക്കാൻ പോകുവാണ്. അവളെ ഡീല് ചെയ്ത് ഒതുക്കി തീർക്കാനുള്ള പ്ലാനിലായി ഇവരെല്ലാവരും. എന്താണെങ്കിലും പ്രിയങ്കയുമായിട്ടുള്ള നാളത്തെ ഡീല് നടക്കാൻ പോകുന്നില്ല. അന്നേരം കൽപ്പന ഫോൺ വാങ്ങിച്ചിട്ട് പറയണേ, ചെറിയച്ച പറയുന്നതൊക്കെ സത്യമാണോ? പിന്നല്ലാതെ, ഞങ്ങൾക്കൊപ്പം ഒത്തിരി പേരുണ്ട്. കണിമംഗലത്തുള്ളവരുടെ നാശമാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. അധികം വൈകാതെ തന്നെ അത് നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാം. എന്നാൽ ശരി എന്നും പറഞ്ഞാൽ ചന്ദ്രശേഖരൻ ഫോൺ കട്ട് ചെയ്യുവാണ് കേട്ടോ. ഈ സമയം കൽപ്പന സന്തോഷത്തോടെ പറയണേ, നാളത്തെ ഡീൽ എന്താണെങ്കിലും നടക്കില്ലെന്നാണ് ചെറിയച്ചൻ പറയുന്നത്. എന്താണെങ്കിലും ചെറിയച്ചൻ്റെ ഗോതത്തിൻ്റെ കൂടെ ഏതോ വലിയ ആൾക്കാരൊക്കെ തന്നെ കൂടെയുണ്ട്. അത് ചെറിയച്ചൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി. എൻ്റെ കൽപ്പനെ, ഇപ്പോഴാണ് എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. ഇനി ധൈര്യമായിട്ട് നിൽക്കാം. ഇത്ര നാളും ജയിലിൽ കിടന്നതിൻ്റെ ദേഷ്യം മുഴുവൻ എൻ്റെ ചന്ദ്രട്ടൻ്റെ മനസ്സിലുണ്ടാവും. ഒക്കത്തിനോടും ഏട്ടൻ പകരം ചോദിച്ചിരിക്കും. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം വരുണിൻ്റെ അധികം കൂടി അഡ്വക്കേറ്റ് ഓഫീസിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുവാണ്. ഈ സമയം മുത്തശ്ശി ചോദിക്കണേ, പത്നി കുട്ടികൾ റെഡിയായിട്ടില്ലേ? അന്നേരം ഒരിക്കോട്ടെ ഉർവശിയും കൽപ്പന അങ്ങോട്ടേക്ക് വരുന്നത്. അത് കാണുമ്പോൾ മുത്തശ്ശി ചോദിക്കണേ, നിങ്ങളിവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടോ? ഓ, ഞങ്ങളോട് ആര് പറയാനാ? എന്നാ കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. വരുണിൻ്റെ അധികം കൂടിയേ വക്കീൽ ഓഫീസിലേക്ക് പോകുവാണ്. ആ പ്രിയങ്കയ്ക്ക് അവൾ ആവശ്യപ്പെട്ട പൈസ കൊടുത്ത് അവളെ എന്നേക്കുമായിട്ട് ഒഴിവാക്കി വിടാൻ. അതുകൊണ്ട് ഇന്നത്തോടുകൂടി പ്രിയങ്കയുടെ ശല്യം പൂർണ്ണമായിട്ടും ഇല്ലാതാവും. പിന്നീട് ഇവിടുത്തെ കാര്യങ്ങൾ വിളിച്ച് അവിടെ അറിയിക്കലും അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞ് ഇവിടെ ഏഷ്യന് കൂട്ടലും അങ്ങനെ ഒന്നും വേണ്ട, കേട്ടല്ലോ. ഓ, ഞങ്ങളിനി ഒന്നിനും ഇല്ലേ എന്നും പറഞ്ഞ് നിൽക്കുവാണ് അവർ രണ്ടാളും. അങ്ങനെ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് വരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്